എല്ലാവർക്കും നമസ്കാരം. ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന സബ്ജക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് മക്കളെ, അപ്പോൾ നമുക്ക് ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും ഡീംഡ് റെസിഡൻറ്റും ഒക്കെ നമ്മൾ നന്നായി പഠിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ പേജ് നമ്പർ 26 ഇല്ലുസ്ട്രേഷൻ 1 ആണ് നോക്കാൻ പോകുന്നത്. മിസ്റ്റർ ആർ, എൻ ഇന്ത്യൻ സിറ്റിസൺ എംപ്ലോയ്ഡ് ഇൻ UAE ഹാസ് ഇൻട്രസ്റ്റ് ഇൻകം ഓഫ് 20 lakhs ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് ഡീൽ ചെയ്യേണ്ട ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺ ആണല്ലേ, ഇന്ത്യൻ സിറ്റിസൺസ് എംപ്ലോയ്ഡ് ഇൻ UAE, അതായത് പുറത്തേക്ക് പോയത്, ലീവ്സ് ഇൻ ഇന്ത്യ ആണല്ലേ. പിന്നെ എന്തുകൊണ്ട് കൂടിയുണ്ട്? 20 lakhs, ഇന്ത്യയിലെ ഇൻകം മോർ ദാൻ 50 lakhs ആണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വായിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു പോയിൻ്റൊക്കെ ഓടിയെത്തണം. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഹി ഗീവ്സ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് അബൌട്ട് ഹിസ് സ്റ്റേ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചു എന്ന കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം ഉണ്ട്? 50 days ഉണ്ട്. ഓക്കെ, ഇനി നമ്മളോട് ചോദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിറ്റർമിൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ ആർ ഫോർ ദ ഇയർ 25-26. 25-26 ആളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കണം. ഹിസ് ഇൻകം എബ്രോഡ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു ഇൻകം ടാക്സ്. അപ്പോൾ എബ്രോഡിൽ ഇൻകം ടാക്സ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്തും കൂടി മനസ്സിലായി, ഇത് ഡീംഡ് റെസിഡൻറ്റിൻ്റെ കണ്ടീഷനാണെന്ന് മനസ്സിലായി അല്ലേ? കാരണം എന്താ? ഇന്ത്യൻ സിറ്റിസൺ ആണ്, മോർ ദാൻ 50 lakhs ഉണ്ട്, വേറെ എവിടെയും എന്ത് ചെയ്യുന്നില്ല? ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല അല്ലേ? അപ്പോൾ ഈ ഒന്നിൻ്റെ ആൻസർ നമുക്ക് ഈ സെൻറ്റൻസ് വായിച്ചപ്പോൾ നമുക്ക് കത്തിയില്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ബി യുവർ ആൻസർ ഇഫ് ഹീസ് എൻ ഫോറിൻ സിറ്റിസൺ? ഇത് ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ബട്ട് ഹിസ് പാരൻസ് വേർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. പാരൻസ് ആരാണ്? ഇന്ത്യൻ ഒറിജിൻ. അപ്പോൾ ഈ വ്യക്തി ആരാണ്? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ് അല്ലേ? ഇപ്പോൾ ഈ കേസിൽ ഫസ്റ്റത്തെ കേസിൽ എന്തായിരുന്നു? ഇന്ത്യൻ സിറ്റിസൺ ആണ്. രണ്ടാമത്തെ കേസിൽ ഫോറിൻ സിറ്റിസൺ, അതായത് പേഴ്സൺ ഓഫ് ഒറിജിൻ ആണ്. അപ്പോൾ ഈ രണ്ട് കേസിലും എങ്ങനെയായിരിക്കും ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ മക്കളെ? 25-26 ആണല്ലേ. ഈ 25-26 ഈ വ്യക്തി എത്ര ദിവസം ഉണ്ടായിരുന്നു? 50 ദിവസമുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ ബേസിക് കണ്ടീഷൻ എന്താണ്? 182 days വേണം, അല്ലെങ്കിലോ 60 days അല്ലെങ്കിൽ 365 days വേണമല്ലേ? അപ്പോൾ ഇത് രണ്ടും ഇയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ ആരാണ്? NR ആണല്ലേ, നോൺ റെസിഡൻ്റ് ആണ്. പക്ഷേ സെക്ഷൻ 6(1) ഒരു ഡീംഡ് റെസിഡൻറ്റിൻ്റെ കേസ് പറയുന്നുണ്ട്. ആരാണ് ഡീംഡ് റെസിഡൻറ്റ്? ഇയാൾ സിറ്റിസൺ ആണ്, ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഇയാളുടെ ഇൻകം മോർ ദാൻ 50 lakhs ഉണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടല്ലോ, ഇയാൾ വേറെ എവിടെയും ടാക്സ് ചെയ്യുന്നില്ല. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇയാൾ ആരാണ്? ഡീംഡ് റെസിഡൻ്റ് ആണ്. ഡീംഡ് റെസിഡൻറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കും അല്ലേ? RNOR ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. ഇങ്ങനെ നമ്മൾ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല അല്ലേ? അതിന് നമ്മൾ ഇങ്ങനെ തന്നെ മാക്സിമം എഴുതാൻ പഠിക്കുക. 1-2 ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എഴുതി പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സൊക്കെ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാണ്ട് ഇങ്ങനെ എഴുതി നമുക്ക് കാര്യം മനസ്സിലായി, ആൾ RNOR ആണെന്നൊക്കെ മനസ്സിലായി, ഒറ്റയടിക്ക് RNOR ആണ് എന്ന് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ പഠിച്ചേക്കാം. ഓക്കെ, മിസ്റ്റർ ആർ ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ ഫോർ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് ബേസിക് കണ്ടീഷൻ ആൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഡ്യൂറിങ് ദ ഇയർ 25-26 ഹീസ് വാസ് ഇൻ ഇന്ത്യ ഫോർ 50 days ഓൺലി 50 days ആണ് ഉണ്ടായിരുന്നത്. Therefore, he is non-resident in India as per section 6(1). 6(1) എന്താ പറയുന്നത്? ആസ് പെർ സെക്ഷൻ 6(1) ആള് നോൺ റെസിഡൻ്റ് ആണല്ലേ. പക്ഷെ എന്താ പറഞ്ഞിട്ടുള്ളത്? 6(1)(a) എന്താ പറയുന്നത്? ഹീ ഈസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ബിക്കോസ് ഓൾ ദ കണ്ടീഷൻ ഫോർ ഡീംഡ് റെസിഡൻറ്റ് ആർ സാറ്റിസ്ഫൈഡ് ആസ് ഫോളോസ്. പക്ഷേ 6(1) ആളെന്താണ്? നോൺ റെസിഡൻ്റ് ആണ്. പക്ഷേ 6(1)(a) പ്രകാരം ആൾ ആരാണ്? ഡീംഡ് റെസിഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ആരായിരിക്കും? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് സെക്ഷനൊക്കെ നിങ്ങൾ ഒന്ന് കാണാണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ കൂടി എഴുതാം. എന്താണ്? ഇന്ത്യൻ സിറ്റിസൺ ആവണം. B എന്താ പറയുന്നത്? മോർ ദാൻ 50 lakhsൻ്റെ ഇൻകം വേണം. C പറയണത് എന്താ? വേറെ എവിടെയും ടാക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ 6(1)(a) പ്രകാരം ഇയാൾ ഡീംഡ് റെസിഡൻ്റ് ആണ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹീസ് എ ഫോറിൻ സിറ്റിസൺ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നാണ് അല്ലേ. ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ സെക്ഷൻ 61A പ്രകാരം ആൾ ആരാവില്ല? ഡീംഡ് റെസിഡൻ്റ് ആവില്ല. ആർക്ക് മാത്രമാണ് ഡീംഡ് റെസിഡൻ്റ് ആവാൻ പറ്റുള്ളൂ? ഇന്ത്യൻ സിറ്റിസൺ അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്തു? ഹീസ് നോൺ resident for the year 25-26 because 61A is applicable only to Indian citizen. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് എഴുതാൻ പറ്റി. പക്ഷേ ഇതിൻ്റെ ആൻസർ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതിയാലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇത്ര നേരം നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയല്ലേ. ഇനി നമുക്ക് HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കി നോക്കാം. എ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ഈസ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ്. അപ്പോൾ HUF ഓർഡിനറിലി റെസിഡൻ്റ് ആവുക എപ്പോഴാണെങ്കിൽ ദ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് ഇറ്റ്സ് അഫെയർ ഈ സിറ്റുവേറ്റഡ് ഓൺലി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ആ HUFൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോള് ഒന്നെങ്കിൽ മുഴുവനായോ അല്ലെങ്കിൽ പകുതിയോ ഇന്ത്യയിലുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലാണെങ്കിൽ അതെന്തായിരിക്കും? റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിരിക്കും. ആൻഡ് ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. ഇറ്റ്സ് മാനേജർ കർത്ത has been resident in India for 2 out of 10 years preceding the previous year, and the Karta has been in India for the period of or periods amounting in all to 730 days or more during the 7 years preceding the concerned previous year. അതായത് കർത്ത അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ HUFൻ്റെ മാനേജ്മെൻറ്റ് കൺട്രോളോ പകുതിയോ അല്ലെങ്കിൽ മുഴുവനായി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതുകൂടാതെ കർത്ത ഉണ്ടല്ലോ, കർത്ത അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആരാണ് കർത്ത എന്നൊക്കെ നമുക്കറിയാം അല്ലേ. എൻ്റെ മെയിൻ HUFൻ്റെ മെയിൻ ആളാണ് കർത്ത. അപ്പോൾ കർത്ത അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് HUF ഓർഡിനറിലി റെസിഡൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി HUF ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ഈസ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. എപ്പോഴാണ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുക? ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദി ഇറ്റ്സ് അഫെയർ ഈ സിറ്റുവേറ്റഡ് ഓൾ ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ബട്ട് ഇറ്റ്സ് കർത്ത ഈസ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഇതിൻ്റെ കൺട്രോൾ എവിടെയാണ്? ഓൾ ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ഉണ്ട്. പക്ഷേ കർത്ത എന്താ? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അപ്പോൾ കർത്തേനെ നോക്കിയിട്ടാണ് HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കണ്ടുപിടിക്കുക. കർത്ത അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ HUF ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കും. ഇനി നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? HUFും നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കും. എ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ഈസ് നോൺ റെസിഡൻറ്റ് ഇൻ ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫെയർ ഈസ് സിറ്റുവേറ്റഡ് ഓൺലി ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. ഇനി മുഴുവനായിട്ടും ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ ഈ HUF എങ്ങനെയായിരിക്കും? നോൺ റെസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ HUFൻ്റെ റെസിഡൻറ്റ് സ്റ്റാറ്റസ് സിമ്പിളാണ്. എങ്ങനെയാണ്? റെസിഡൻറ്റ് ഓർഡിനറിലി റെസിഡൻ്റ് ആവുന്ന എപ്പോഴാണ്? ഓൾ ഓർ പാർട്ട്ലി HUFൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓൾ ഓർ പാർട്ട്ലി ഇന്ത്യയിലാവുകയും കർത്ത റെസിഡൻ്റ് ആവുകയും ചെയ്യാണ്. ഇനി റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുന്നത് എപ്പോഴാണ്? HUFൻ്റെ മാനേജ്മെൻറ്റ് കൺട്രോൾ ഓൾ ഓർ പാർട്ട്ലി ഇന്ത്യയിലാവുകയും കർത്ത നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുകയും ചെയ്യുകയാണെങ്കിൽ. ഇനി HUF നോൺ റെസിഡൻ്റ് ആവുന്ന എപ്പോഴാണ്? ഓളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ മാനേജ്മെൻറ്റ് കൺട്രോൾ ഓളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ HUF നോൺ റെസിഡൻ്റ് ആണ്. അടുത്തത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫേം ആൻഡ് AOP ഓർ എവരി അതർ പേഴ്സൺസ്. The firm or AOP always resident in India except when the control and management of the affair is wholly situated outside India. Firm and AOP will be non-resident if the entire control management of the affair is situated outside India. Firm and AOP can never not ordinary resident. അതായത് ഫേമിന് AOPക്ക് രണ്ട് സ്റ്റാറ്റസ് ഉള്ളൂ. എന്താ? റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും. നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ഇല്ല. റെസിഡൻ്റ് ആവുന്ന എപ്പോഴാണ്? കൺട്രോൾ മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ ആൾ റെസിഡൻ്റാണ്. ഇനി കൺട്രോൾ മാനേജ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ഇവിടെ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് നോക്കാം അല്ലേ. അപ്പോൾ കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ കമ്പനി ഈസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് കമ്പനി റെസിഡൻ്റ് ആവും എങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനിയാണ്, വേറെ നോക്കേണ്ട ആളാരാണ്? റെസിഡൻ്റാണ്. ഓറാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ കമ്പനി അല്ലാണ്ട് വേറെ ഏതൊക്കെ കമ്പനികൾ എന്താവും? റെസിഡൻ്റ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെ സിറ്റുവേഷൻ നോക്കാം. ഇറ്റ്സ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് പോയെന്ന് പറയും കേട്ടോ. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് ഇൻ ഇന്ത്യ ഇൻ ദാറ്റ് ഇയർ. ആ വർഷം പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
Therefore, a foreign company is resident in India if its place of effective management is in India during the relevant previous year. അതായത് ഇന്ത്യൻ കമ്പനി ഓൾവേസ് റെസിഡൻ്റ് ആണ്. അല്ലാതെ ഫോറിൻ കമ്പനീസിനും റെസിഡൻ്റ് ആവാം. എങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കമ്പനി എപ്പോഴും റെസിഡൻ്റ് ആണ്. ഫോറിൻ കമ്പനിക്ക് വേണമെങ്കിൽ റെസിഡൻ്റ് ആവാം. എങ്ങനെയാണെങ്കിൽ അതിൻ്റെ പോയം ഇന്ത്യയിലാണെങ്കിൽ. ഓക്കെ, പോയം ഈസ് അപ്ലിക്കബിൾ ടു ഫോറിൻ കമ്പനി ഓൺലി ഇഫ് ദ ടേൺ ഓവർ ഓർ ഗ്രോസ് റിസീപ്റ്റ് ഈസ് മോർ ദാൻ 50 crores. അപ്പോൾ ഈ പോയം എപ്പോഴേ നോക്കണ്ടേ? ഫോറിൻ കമ്പനിയുടെ പോയം എപ്പോഴും നോക്കണ്ടോ? ഒന്നെങ്കിൽ അതിൻ്റെ ടേൺ ഓവറോ അല്ലെങ്കിൽ ഗ്രോസ് റിസീപ്റ്റോ മോർ ദാൻ 50 crores ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ പോയം നോക്കുള്ളൂ. അപ്പോൾ കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഇന്ത്യൻ കമ്പനിയാണോ റെസിഡൻ്റ് ആണ്. ഇനി ഫോറിൻ കമ്പനിയാണോ അതിൻ്റെ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസിപ്റ്റ് മോർ ദാൻ 50 crores നോക്കും. ഓക്കെ, മോർ ദാൻ 50 crores ആണെങ്കിൽ അതിൻ്റെ പോയം ഇന്ത്യയിലാണോ നോക്കും. അതിൻ്റെ പോയം ഇന്ത്യയിലാണെങ്കിൽ ആ കമ്പനി എന്താണ്? റെസിഡൻ്റ് ആണ്. ഓക്കെ, എ കമ്പനി ക്യാൻ നെവർ ബി നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അപ്പോൾ ഇവിടെ ഇല്ല എന്ത്? നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് കമ്പനിക്കും ഇല്ല. എ കമ്പനി വിച്ച് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ എബോവ് കണ്ടീഷൻസ് ഈസ് നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നോൺ റെസിഡൻ്റ് ആണ്. ഇനി ഫോറിൻ കമ്പനി വിത്ത് ടേൺ ഓവർ ഈസ് നോട്ട് മോർ ദാൻ 50 crores ഈസ് ഓൾവേസ് നോട്ട് റെസിഡൻറ്റ്. അപ്പോൾ ഫോറിൻ കമ്പനിയാണോ നമ്മൾ എന്താ നോക്കാം? അതിന് ടേൺ ഓവർ ഗ്രോസ് റെസിപ്റ്റ് നോക്കൂ അല്ലേ. അപ്പോൾ 50 crores മേലെ ആണെങ്കിൽ അതിൻ്റെ പോയം നോക്കും. 50 crores താഴെയാണെങ്കിലോ അത് നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, ഈ പേജിൽ ഇത്രയും നേരം നമ്മൾ പഠിച്ച റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓർത്ത് വയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, ഇൻഡിവിജ്വൽസിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ് ഇന്ത്യയിൽ റെസിഡൻ്റ് ആവുന്നത്? സാറ്റിസ്ഫൈ എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻസ്. എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ റെസിഡൻ്റ് ആണ്, അല്ലെങ്കിൽ ആൾ NR ആണ് അല്ലേ. ഇനി എന്താ പറയുന്നത്? റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. എപ്പോഴാണ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആവുന്നത്? 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എപ്പോഴാണ്? ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈ ഓർ ഓൺലി 1 അഡീഷണൽ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈ. ഒന്നെങ്കിൽ 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ്? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ് അല്ലേ. ഇനി HUFൻ്റെ കേസിലോ? HUF എപ്പോഴാണ് റെസിഡൻ്റ് ആവുന്നത്? കൺട്രോൾ മാനേജ്മെൻറ്റ് ഓൺലി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. കൺട്രോൾ മാനേജ്മെൻറ്റ് പകുതിയോ മുഴുവനായോ ഇന്ത്യയിലാണെങ്കിൽ ആൾ HUF എന്താണ്? റെസിഡൻ്റ് ആണ്. ഇനി റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് എപ്പോഴാവുന്നത്? കറുത്ത അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ HUF റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആവും. ഇനി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എപ്പോഴാവാം? കറുത്ത നോട്ട് സാറ്റിസ്ഫൈങ് 2 അഡീഷണൽ കണ്ടീഷൻസ് ഓർ സാറ്റിസ്ഫൈങ് ഓൺലി 1 അഡീഷണൽ കണ്ടീഷൻ അല്ലേ. കറുത്ത റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ HUFും അങ്ങനെയായിരിക്കും. ഇനി നോൺ റെസിഡൻറ്റ് എപ്പോഴാവാം? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓൺലി ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ഓൺലി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ. അപ്പോൾ ഇവിടെ 2 സ്ഥലത്ത് നമ്മൾ ഓൺലി ഓർ ഔട്ട്സൈഡ് പാർട്ട്ലി പഠിച്ചിട്ട് ഓടി പോയിട്ട് ഇവിടെയും പാർട്ട്ലി എഴുതരുത് കേട്ടോ. ഇവിടെ ഓൺലി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഫേം AOP റെസിഡൻ്റ് ആവുന്നത് എപ്പോഴാണ്? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓൺലി ഓർ പാർട്ട്ലി ഫ്രം ഇന്ത്യ. ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻ്റ് ആണ്. കൺട്രോൾ മാനേജ്മെൻറ്റ് ഓൺലി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ഇനി കമ്പനിയോ? കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്, അല്ലെങ്കിൽ ഫോറിൻ കമ്പനി ഹൂസ് ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീപ്റ്റ്സ് ഈസ് മോർ ദാൻ 50 crores ആണെങ്കിൽ നമ്മൾ പോയം നോക്കും. പോയം ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻ്റ് ആണ്. ഇനി NR എപ്പോഴാവാം? ഫോറിൻ കമ്പനി ഹൂസ് ടേൺ ഓവർ ഈസ് അപ് ടു 50 crores വെൻ പോയം ഔട്ട്സൈഡ് ഇന്ത്യ. ഒന്നെങ്കിൽ 50 crores താഴെയാണ്, അല്ലെങ്കിൽ പോയം ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ കമ്പനി എന്താണ്? NR ആണ്. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് സെക്ഷൻ 5 ആണ് പറയുന്നത്. അതായത് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കുമ്പോൾ പറഞ്ഞു അയാളുടെ ഇൻകം ടാക്സ് ഇന്ത്യയിലെ ടാക്സ് ചെയ്യോ, എത്രയാണ് ടാക്സ് ലയബിലിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയാളുടെ എന്ത് കാണുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് ഏതൊക്കെ ഇൻകമാണ് ഇന്ത്യയിൽ ടാക്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാലാണ് അയാളുടെ ടാക്സ് ലയബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ ഏതൊക്കെ ഇൻകം ടാക്സ് ചെയ്യും നോക്കാം അല്ലേ. ദ ടോട്ടൽ ഇൻകം ഓഫ് പേഴ്സൺ ഹൂ ഈസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡ്സ്. അപ്പോൾ ഇന്ത്യയിൽ റെസിഡൻ്റായ ഒരു വ്യക്തിയുടെ ഇൻകത്തിൽ ഏതൊക്കെ പെടും? എനി ഇൻകം റിസീവ്ഡ് ഓർ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യും, ഡീംഡ് ചെയ്തിട്ടുണ്ട് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് സച്ച് പേഴ്സൺസ്.
ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഇന്ത്യയിൽ ഇൻകം റിസീവ് ചെയ്യുകയോ ഡീം ടു റിസീവ്ഡ് ആണെങ്കിൽ ആ ഇൻകം ടാക്സ് ചെയ്യും. എനി ഇൻകം അക്രൂസ് ഓർ അറൈസ് ഓർ ഡീം ടു അക്രൂസ് ഓർ അറൈസ് ടു ഹിം ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഇൻകം അക്രൂ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അറൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡീം ചെയ്തിട്ടുണ്ട്, അത് അക്രൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറൈസ് ചെയ്യുന്നത് ഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, അയാളുടെ ടോട്ടൽ ഇൻകത്തിൽ വിടും. എനി ഇൻകം അക്രൂസ് ഓർ അറൈസ് ടു ഹിം ഔട്ട്സൈഡ് ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ അക്രൂ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ ടോട്ടൽ ഇൻകത്തിൽ വിടും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ഇൻകം ആയിരുന്നു. ഇന്ത്യയിൽ റിസീവ് ചെയ്യുകയോ ഡീം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അറൈസോ അക്രൂ ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അത് ഡീം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനിയോ ഔട്ട്സൈഡ് ഇന്ത്യയിൽ അക്രൂ ചെയ്യുകയോ അറൈസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും RORന് ടാക്സ് ചെയ്യും. ഇനി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനോ എനി ഇൻകം റിസീവ്ഡ് ഓർ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. അപ്പോൾ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയറിൽ ഇൻകം റിസീവ് ചെയ്യുകയോ അത് ഡീം ചെയ്യുകയോ, ഇൻകം അക്രൂസ് ഓർ അറൈസ് ഓർ ഡീം ടു അക്രൂസ് ഓർ അറൈസ്, ഇൻകം അക്രൂ ചെയ്യുകയോ അറൈസ് ചെയ്യുകയോ അത് ഡീം ചെയ്യുകയോ, ഇല്ലെങ്കിലോ ഇൻകം അക്രൂസ് ഓർ അറൈസ് ടു ഹിം ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകം അക്രൂ ചെയ്യുകയോ അറൈസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന്? ഫ്രം എ ബിസിനസ് കൺട്രോൾ ഇൻ ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷനിൽ നിന്ന് ഔട്ട്സൈഡ് ഇന്ത്യയിൽ എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ അത് RNORന് ടാക്സ് ചെയ്യും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ടോ അത് ടാക്സ് ചെയ്യും. ഓക്കെ, ഇവിടെയോ ഇത് ഇന്ത്യയിൽ ബിസിനസ് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത പ്രൊഫഷൻ ആണെങ്കിൽ മാത്രമാണ് RNORന് ടാക്സ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി NRനോ എനി ഇൻകം റിസീവ്ഡ് ഓർ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. ഏത് ഇൻകം റിസീവ് ചെയ്താലും ഡീംഡ് ആയാലും, ഓർ ഇൻകം അക്രൂസ് ഓർ അറൈസ് ഓർ ഡീം ടു അക്രൂസ് ഓർ അറൈസ്. അപ്പോൾ ഇവിടെ NRനെ സംബന്ധിച്ച് ഈ തേർഡ് പോയിൻ്റ് ഇല്ല. ഓക്കെ, ഇവിടെ ഈ തേർഡ് പോയിൻ്റ് ഉണ്ട്. ഏത് ഇൻകം ആയാലും RNORന് ടാക്സ് ചെയ്യും. ഇവിടെ മൂന്നാമത്തെ ഇൻകം എങ്ങനെയുള്ള ഇൻകം ആയിരിക്കണം? ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്ന ബിസിനസ്സിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത പ്രൊഫഷനിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് NORന് ടാക്സ് ചെയ്യുള്ളൂ. ആ ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത ഇൻകം ഉണ്ടല്ലോ, അത് NRന് ടാക്സ് ആവില്ല. ഓക്കെ, അപ്പോൾ ഈ വ്യത്യാസം നോക്കി പഠിച്ചാൽ ഇത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഏത് ഇൻകം വന്നാലും RORന് ടാക്സ് ചെയ്യും. അത് ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുകയോ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത ബിസിനസ് ആണെങ്കിലാണ് RNORന് ടാക്സ് ചെയ്യുള്ളൂ. അതാർക്ക് ടാക്സ് ചെയ്യില്ല? NRന് ടാക്സ് ചെയ്യില്ല. പോയിന്റ് ഇതൊരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രോബ്ലം വൈസ് ഇതായിരിക്കും കുറച്ചും കൂടി, ഈ ടേബിൾ പഠിച്ചു പോയായിരിക്കും പ്രോബ്ലം വൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നാം. ഓക്കെ, ഇൻകം റിസീവ്ഡ് ഓർ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ് ഓർ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ആർക്കൊക്കെ ടാക്സ് ചെയ്യും? 3 പേർക്കും ടാക്സ് ചെയ്യും. ഓക്കെ, ഇൻകം അക്രൂവിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ. ഇൻകം അക്രൂ ചെയ്യുകയോ അറൈസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 പേർക്കും ടാക്സ് ചെയ്യും. ഇൻകം ഡീം ടു അക്രൂസ് ഓർ അറൈസ് ഇൻ ഇന്ത്യ ആർക്ക് ടാക്സ് ചെയ്യും? 3 പേർക്കും ടാക്സ് ചെയ്യും. ഇൻകം അക്രൂവിങ് ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾ ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 പേർക്ക് മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. ഈ ആൾക്ക് നോൺ ടാക്സബിൾ ആയിരിക്കും, ഈ ആൾക്ക് ടാക്സ് ചെയ്യുന്നില്ല. ഇനിയോ ഇൻകം അക്രൂവിങ് ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾ ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിലോ ഇവിടെ 2 പേർക്കും ടാക്സ് ചെയ്യുന്നില്ല. ഇവിടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഇന്ത്യയിലാണെങ്കിൽ NRന് മാത്രമേ ടാക്സ് ചെയ്യത്തുള്ളൂ. ഇവിടെയോ ആ പറഞ്ഞ ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ ഇവർക്ക് 2 പേർക്കും ടാക്സ് ചെയ്യില്ല. ഓക്കെ, ഇനിയോ ഇത് ഇൻകം ഏൺഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഏർലിയർ, മുന്നേ ഇൻകം കിട്ടിയിട്ടുണ്ട്, പുറത്ത് ഇന്ത്യയുടെ പുറത്ത് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇൻകം കിട്ടിയിട്ടുണ്ട്. ബ്രോഡ് ഓർ റെമിറ്റഡ് ടു ഇന്ത്യ, ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. മുന്നേ ഔട്ട്സൈഡ് ഇന്ത്യയിൽ കിട്ടിയ ഒരു ഇൻകം ഈ വർഷം ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അതെന്താ? അത് ഇൻകം അല്ല, അത് ടാക്സ് അപ്ലിക്കബിൾ ഓൺ ഇൻകം ബട്ട് റെമിറ്റൻസ്. റെമിറ്റൻസിൻ്റെ മേലെയല്ല നമ്മൾ ടാക്സ് ചെയ്യുക, ഇൻകത്തിൻ്റെ മേലെയാണ്. അത് മുന്നേ കിട്ടിയ ഇൻകം ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ, അതാർക്കും ടാക്സ് ചെയ്യണ്ട. അപ്പോൾ ഇത്രേ പഠിച്ചേക്കുക. ആദ്യത്തെ 3 എണ്ണം എല്ലാവർക്കും ടാക്സ് ചെയ്യും. ഇനി ഇൻകം ഓർ പ്രൊഫഷൻ, ഇൻകം റിസീവ്ഡ് ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ കിട്ടുകയാണ്, ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തതാണെങ്കിൽ ആദ്യത്തെ 2 പേർക്ക് ടാക്സ് ചെയ്യും. ഇനി ആ സെറ്റപ്പ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ
RORന് മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയും പഠിച്ചേക്കുക. ഈ ടേബിൾ ഇങ്ങനെ പഠിച്ചേക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലം ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇനി കുറച്ചധികം ഇല്ലുസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും ഡീംഡ് റെസിഡൻ്റ് ഒക്കെ നോക്കിയിട്ട്, അതുപോലെ ടോട്ടൽ ഇൻകം നോക്കിയിട്ട് ചെയ്യാനുള്ള കുറച്ചധികം ഇല്ലുസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന ഓരോ വീഡിയോയിൽ നമുക്ക് മെല്ലെ മെല്ലെ ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻസ്, ഡീംഡ് റെസിഡൻറ്റ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ടാക്സ് സ്കോപ്പിൽ RORനെ ഏതൊക്കെ ഇൻകം ടാക്സ് ചെയ്യും എന്നുള്ള ഈ ടേബിളിൽ ഇതും കൂടി കറക്റ്റായിട്ട് പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഓരോ പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.